യാത്രയാകുന്നു. വെള്ളരിപ്രാവ് പോലെ പറന്നു പോകുന്നു ഞാൻ. സ്വർഗത്തിൽ ഒരു വീടു പണിതെൻ്റെ നാഥൻ ആ വീടു തേടി യാത്ര പോകുന്നു ഞാൻ. പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗ്ഗകവാടം തുറക്കൂ, നാഥാ കാരുണ്യമായി പോഴി നോക്കൂ, നിൻ വിളി കേട്ടങ്ങു വന്ന നിന്റെ ദാസിയിൽ സന്നിധി ചേർക്കൂ. മന്നീതിൽ ജീവിച്ച നാളിൽ വല്ല വീഴ്ചകൾ വന്നു പോയെങ്കിൽ, മന്നീതിൽ ജീവിച്ച നാളിൽ വല്ല വീഴ്ചകൾ വന്നു പോയെങ്കിൽ, സർവം പൊറുക്കണേ നാഥാ, കാരുണ്യമളവറ്റതല്ലോ. സർവം പൊറുക്കണേ നാഥാ, നിന്റെ കാരുണ്യമളവറ്റതല്ലോ. മുട്ടുവൻ വാതിൽ തുറക്കും എന്നു നേരായരുൾ ചെയ്തതാ. മുട്ടുവിൻ വാതിൽ തുറക്കും എന്നു നേരായരുൾ ചെയ്തതാ. നിന്റെ സന്നിധി ചേരാനായി വാതിലിൽ മുട്ടുന്നു ദാസി. നിന്റെ സന്നിധി ചേരാനായി വാതിലിൽ മുട്ടുന്നു ദാസി. സ്വർഗ്ഗകവാടം തുറക്കൂ, നാഥാ കാരുണ്യമായി പോഴി നോക്കൂ, നിൻ വിളി കേട്ടങ്ങു വന്ന നിന്റെ ദാസിയെ സന്നിധി ചേർക്കൂ. കാരുണ്യവാനും ആശ്വാസദായകനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവുമായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിച്ച അതേ ആശ്വാസം കൊണ്ട് തന്നെ വേദനകൾ അനുഭവിക്കുന്നവരെ അവിടെ നിന്ന് ആശ്വസിപ്പിക്കുന്നു. പ്രിയ സഹോദരി, നീ ജ്ഞാനസ്നാന നേറുകയിലൂടെ പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെട്ടു. ഈ തീർത്ഥജലത്തിലൂടെ കാരുണ്യവാനായ ദൈവം നിന്നെ എല്ലാ പാപക്കറകളിൽ നിന്ന് കഴുകി വെടിപ്പാക്കി സ്വർഗീയ ഭവനത്തിലേക്ക് ആനയിക്കുമാറാകട്ടെ. പ്രിയ സഹോദരി, ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ നീ ക്രിസ്തുവിനാൽ പ്രകാശിതയായി. ജീവിതകാലം മുഴുവൻ പ്രകാശത്തിന്റെ മകളായി വളർന്നുകൊണ്ട് ഈ വെളിച്ചം നീ കാത്തു സൂക്ഷിച്ചു. ഇപ്പോൾ നിത്യഭവനത്തിലേക്കുള്ള നിന്റെ യാത്രയിൽ ക്രിസ്തുവാകുന്ന ഈ ദീപനാളം നിന്റെ പാദങ്ങൾക്ക് വിളക്കും, പാതയിൽ പ്രകാശം
കർത്താവേ, ആഴത്തിൽ നിന്നുമിപ്പോൾ ആർദ്രനായി കേഴുന്നു പാപിയാം ഞാൻ. കർത്താവേ, എൻ ശബ്ദം കേൾക്കണമേ. അൻപോടെ പ്രാർത്ഥന കൈക്കൊള്ളണേ. പാപങ്ങളെല്ലാം നീ ഓർത്തിടുകിൽ. ആർക്കുള്ളു രക്ഷയെ പാരിടത്തിൽ. ഞങ്ങളുടെ പാപങ്ങൾ ഓർത്തിടുന്ന കർത്താവേ, നിന്നെ വണങ്ങിടുന്നു. നീയല്ലോ മാമക ജീവിതാശ, ആത്മാവിൻ പ്രത്യാശ നിൻമൊഴിയും. ഇരവാകെ കാവൽക്കാർ ജാഗ്രതയിൽ കുഴലിയെ കാത്തിരിക്കുന്നതുപോൽ മൽപ്രാണൻ ദൈവത്തെ കാത്തിരിപ്പൂ. ഇസ്രായേലുമേവം പ്രത്യാശ വെച്ചു. ഇസ്രായേലിന്റെ രക്ഷകൻ നീയാണല്ലോ. കാരുണ്യം തൂക്കുന്ന പാലകനും വിശ്വം വെടിഞ്ഞോർക്ക് ദൈവമേ നീ. ശാശ്വത വിശ്രാന്തി നൽകിടണേ. നിത്യമാം ശിക്ഷാവിധിയിൽ നിന്നും മൃത്യു വരിച്ചോരെ മോചിക്കണേ. മങ്ങാത്ത ദിവ്യപ്രകാശത്തിനാൽ വിശ്രമം കൊള്ളട്ടെ എന്നുമെന്നും. കർത്താവേ, എൻ ശബ്ദം കേൾക്കണമേ. അൻപോടെ പ്രാർത്ഥന കൈക്കൊള്ളണേ. കണ്ടുവാനായ ദൈവമേ, അങ്ങയുടെ ഞങ്ങളൊക്കെ അപേക്ഷിക്കുന്നു. ഈ ലോകത്ത് വിളിക്കുവാൻ തിരുവല്ലമായ അങ്ങയുടെ പ്രിയ മകൾ സിസ്റ്റർ ജമീനയുടെ ആത്മാവിനെ ശാന്തി പ്രകാശം നിറഞ്ഞ സ്വർഗരാജ്യത്തെ സ്വീകരിച്ച് വിശുദ്ധ സമൂഹത്തിൽ ചേർക്കുവാൻ കഴിയുണ്ടാകണം. കർത്താവായ ക്രിസ്തു വഴി ഞാൻ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, കേഴുന്നവർക്ക് ആശ്വാസമരുളുന്നാമേ. അനന്തമായ സ്നേഹവായ്പോടെ ഞങ്ങളെ പരിരക്ഷിക്കുകയും മരണത്തിന്റെ ഇരുളിനെ ജീവന്റെ പുലരിയായി മാറ്റുകയും ചെയ്യുന്നുവല്ലോ. ദുഃഖാർത്ഥരായി വിലപിക്കുന്ന ഈ കുടുംബാംഗങ്ങളെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം സംഹരിക്കുകയും തിരുവുത്ഥാനത്താൽ ഞങ്ങൾക്ക് പുതുജീവൻ നൽകുകയും ചെയ്തു. ജീവിതയാത്ര അവസാനിക്കുമ്പോൾ കണ്ണുനീരെല്ലാം ഒപ്പിയെടുക്കുന്ന സ്വർഗരാജ്യത്ത് ഞങ്ങളുടെ സഹോദരനോടൊന്നു ചേരുന്നതിന് അർഹരാകത്തക്ക വിധം ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. പ്രിയ സഹോദരി, ജ്ഞാനസ്നാനത്തിൽ നിന്നെ അണിയിച്ച വെള്ള വസ്ത്രം നീ ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞിരിക്കുന്നു എന്നതിന്റെ ബാഹ്യ അടയാളമായിരുന്നു. മഹിമയേറിയ ഈ പദവി മലിനപ്പെടാതെ കാത്തു സൂക്ഷിച്ച് നിത്യ സൗഭാഗ്യത്തിന് അർഹയാകുന്നു എന്നതിന്റെ അടയാളമായിരിക്കട്ടെ ഈ വെള്ള വസ്ത്രം.
പ്രിയ സഹോദരി, ജ്ഞാനസ്നാനത്തിലൂടെ നീ ക്രിസ്തുവിനോടൊപ്പം മരിക്കുകയും ഉയർക്കുകയും ചെയ്തു. ജീവിതകാലം മുഴുവനും ഈ പെസഹ രഹസ്യത്തിൽ പങ്കുചേർന്നുകൊണ്ട് നീ ക്രിസ്തുവിനോടൊപ്പം ഈ ലോകത്തു നിന്ന് പിതാവിന്റെ പക്കലേക്ക് കടന്നു പോവുകയായിരുന്നു. ഇപ്പോൾ ഈ കടന്നുപോകൽ അഥവാ പെസഹ രഹസ്യം നിന്നിൽ പൂർത്തീകരിക്കപ്പെടുന്നു എന്നതിന്റെ അടയാളമാകട്ടെ മരണത്തിന്റെയും ഉയർപ്പിന്റെയും ചിഹ്നമായ ഈ കുരിശുരൂപം. പ്രിയ കുടുംബാംഗങ്ങളെ, ബന്ധുക്കളെ, നിങ്ങളുടെ സ്നേഹത്തിന്റെയും ഇടചൊല്ലലിന്റെയും പ്രതീകമായി പുഷ്പങ്ങൾ മൃതദേഹത്തിൽ ചാർത്തുക. നിങ്ങളോടൊപ്പം സ്വർഗത്തിലെ മാലാഖമാരും വിശുദ്ധരും സ്വർഗീയ പുഷ്പങ്ങൾ കൊണ്ട് ഇയാളെ അലങ്കരിക്കുമാറാകട്ടെ. എന്നെയും സ്മരിക്കണേ.
അല്ലതെല്ലും മേശിടാത്ത ക്ലേശമേതും മേശിടാത്ത ശാന്തി ഭൂമി പൂകിടാൻ പോയിടുന്നു ഞാൻ മുതാ വിശുദ്ധരൊത്തു വാഴുവാൻ ഈശ്വരനെ പുകഴ്ത്തുവാൻ ദൈവദൂതരൊത്തു നിത്യം ഗീതി കൊണ്ടു പാടുവാൻ ധന്യമായ ജീവിതം പോൽ കാര്യമായതൊന്നുമേ ഇല്ല മണ്ണിലെന്നു നിങ്ങളെന്നുമേ സ്മരിക്കണേ ശക്തിയോ പ്രതാപമോ ബുദ്ധിയോ സമൃദ്ധിയോ നൽകയില്ലെന്നുമേ ശാന്തിയന്ത്യവേളയിൽ കാവലോ കോപമോ മെക്കെ നീക്കി ലോകരെ ദാനമേകി ധന്യജീവിതം സദാ നയിക്കുവാൻ തമ്പുരാന്റെ മുന്നിൽ ഞാൻ ഇമ്പമാർന്നു നിങ്ങളെ ഓർത്തിടാം സദാവിനെയും സ്മരിക്കണേ സ്നേഹമുള്ള നിങ്ങളോ ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ ജീവിതത്തിൽ നിങ്ങൾ എന്നെ സ്നേഹിച്ചു ബാഹ്യമായ ഭാഗ്യമെല്ലാം എനിക്കു നൽകി നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയെങ്കിലും എന്നാത്മശാന്തിക്കായി പ്രാർത്ഥിക്കൂ നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ എന്നെ സ്നേഹിച്ചു ബാഹ്യമായ ഭാഗ്യമെല്ലാം എനിക്കു നൽകി നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയെങ്കിലും എന്നാത്മശാന്തിക്കായി പ്രാർത്ഥിക്കൂ നിങ്ങൾ കണ്ണുനീർത്തുള്ളികൾ എനിക്കായി വീഴ്ത്താതെ സന്താപമാനസരായി തീരാതെ നിങ്ങൾ കണ്ണുനീർത്തുള്ളികൾ എനിക്കായി വീഴ്ത്താതെ സന്താപമാനസരായി തീരാതെ നിങ്ങൾ എന്റെ നന്മയും എന്റെ സ്നേഹവും ഓർത്തു നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ എന്റെ നന്മയും എന്റെ സ്നേഹവും ഓർത്തു നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ ജീവിതത്തിൽ നിങ്ങൾ എന്നെ സ്നേഹിച്ചു ബാഹ്യമായ ഭാഗ്യമെല്ലാം എനിക്കു നൽകി
പിരിഞ്ഞു പോയെങ്കിലും എന്നാത്മശാന്തിക്കായി പ്രാർത്ഥിക്കൂ നിങ്ങൾ. സ്വർഗീയ സൗഭാഗ്യം എനിക്കായി നൽകുവാൻ സ്വർഗപിതാവിനോടു യാചിക്കൂ നിങ്ങൾ. സ്വർഗീയ സൗഭാഗ്യം എനിക്കായി നൽകുവാൻ സ്വർഗപിതാവിനോടു യാചിക്കൂ നിങ്ങൾ. എന്നാത്മാവെന്നും ദൈവത്തിൻ സവിധേ വാണിടുവാനായി പ്രാർത്ഥിക്കുവിൻ. എന്നാത്മാവെന്നും ദൈവത്തിൻ സവിധേ വാണിടുവാനായി പ്രാർത്ഥിക്കുവിൻ. ജീവിതത്തിൽ നിങ്ങൾ എന്നെ സ്നേഹിച്ചു, ബാഹ്യമായ ഭാഗ്യമെല്ലാം എനിക്കു നൽകി. നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയെങ്കിലും എന്നാത്മശാന്തിക്കായി പ്രാർത്ഥിക്കൂ നിങ്ങൾ. നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയെങ്കിലും എന്നാത്മശാന്തിക്കായി പ്രാർത്ഥിക്കൂ നിങ്ങൾ. നീ ഇത്ര മാധുര്യപൂർണ്ണയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ജീവന്റെയും മരണത്തിന്റെയും നാഥനായ ചെയ്ത യാഥാർത്ഥ്യം, പരദീസയിലേക്ക് കടക്കുവാനുള്ള ഏക വഴി, സ്വർഗം തുറക്കാനുള്ള സ്വർഗ താക്കോൽ, അനശ്വരമായ നിത്യവസതിയിൽ എത്തിച്ചേരുവാനും നിത്യനന്മയായ ദൈവത്തെ മുഖാഭിമുഖം കണ്ട് ആനന്ദിക്കുവാനും ഞങ്ങളുടെ സമൂഹത്തിൽ നിന്ന്, സെന്റ് ആന്റണീസ് കുടുംബത്തിൽ നിന്ന് സിസ്റ്റർ ജനീന നാഥന്റെ പക്കലേക്ക് ഇന്നലെ രാത്രി 8:40 യാത്രയായി. നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർ ജനീനയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കുവാനും ദിവ്യബലിയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുവാനുമാണ് നാം ഇന്ന് ഈ ദേവാലയത്തിൽ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. തൊടുപുഴ സെന്റ് ജോർജ് ഇടവകയിൽ പരേതനായ പന്തകൽ ഔസേപ്പ് വർഗിയുടെയും ത്രേസ്യാമ്മയുടെയും മകളായി 1934 ഡിസംബർ 26 സിസ്റ്റർ ജനീന എന്ന റോസമ്മ വർഗി ജനിച്ചു. ദൈവഭക്തിയിലും വിശ്വാസത്തിലും വളർന്നു വന്ന റോസമ്മ കർത്താവിന് വേണ്ടി സേവനം ചെയ്യുവാൻ 1958 എപ്പിസ്റ്റോലിക് കാമൽ സഭയിൽ ചേർന്ന് ദിവ്യനാഥന് വേണ്ടി തീക്ഷ്ണതയോടെ പ്രവർത്തിക്കുവാൻ ആരംഭിച്ചു. സ്നേഹത്തിന്റെയും പ്രാർത്ഥനയുടെയും ശക്തി ഈ ലോകങ്ങളോട് എന്നേക്കും യാത്ര ചെയ്യുവാൻ സിസ്റ്റർ ജനീനയെ സഹായിച്ചു. പിന്നീട് അങ്ങോട്ടുള്ള സിസ്റ്ററുടെ ജീവിത ലക്ഷ്യം ദൈവപിതാവിന്റെ കയ്യിലുള്ള സ്നേഹ സമ്മാനം നേടിയെടുക്കുകയായിരുന്നു. കർണാടകയിലും തമിഴ്നാട്ടിലും കേരളത്തിലെ വിവിധ കോൺവെന്റുകളിലുമായി തന്റെ നിസ്വാർത്ഥ സേവനം കാഴ്ചവെക്കുവാൻ സിസ്റ്റർ ജനീനയ്ക്ക് സാധിച്ചു. തന്നെ ഏൽപ്പിക്കുന്ന ഏതൊരു ജോലിയും വളരെ ആത്മാർത്ഥതയോടെയും കൃത്യമായും ചെയ്യുന്നതിൽ സിസ്റ്റർ അതീവ താല്പര്യം കാണിച്ചിരുന്നു. സ്നേഹവും നന്മയും ഇടകലർന്ന ജീവിതത്തിലെ സുഹൃത സമ്പന്നത സിസ്റ്ററിലെ ഓരോ ചുവടുവെപ്പിലും ദർശിക്കുവാൻ സാധിച്ചു. 1994 മുതൽ 98 വരെയും 2017 മുതൽ മരണം തന്നെ മാടി വിളിക്കുന്നതുവരെയും സെന്റ് ആന്റണീസ് കുടുംബത്തിന്റെ ഭാഗമായിരുന്ന സിസ്റ്റർ 3 വർഷം മുൻപ് വരെ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അതിന്റെ പൂർണ്ണതയിൽ നിർവഹിക്കാൻ ശ്രമിച്ചിരുന്നു.
വൈദികരോടുള്ള സിസ്റ്ററിന്റെ സ്നേഹവും പരിഗണനയും പ്രശംസനീയമായിരുന്നു. 2022 മുതൽ കാൽമുട്ടുകളുടെ പരീക്ഷയും മൂലം കിടപ്പിലായ സിസ്റ്ററിന്റെ ജീവിതം പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും പാതയിലൂടെയായിരുന്നു. കിടപ്പിലായിരുന്നു എങ്കിൽ പോലും സമൂഹത്തിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും സുഖവിവരങ്ങൾ അന്വേഷിക്കുവാനും സിസ്റ്റർ എന്നും ശ്രദ്ധിച്ചിരുന്നു. തന്റെ ആത്മീയ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ദൈവവചനം ശ്രമിക്കുന്നതിലും ദിവ്യകാരുടെ സ്വീകരണത്തിലും സിസ്റ്റർ കാണിച്ച തീക്ഷ്ണത ഞങ്ങൾക്ക് എന്നും പ്രചോദനമാണ്. തിങ്കളാഴ്ച രാത്രി 11 മണി മുതൽ ശാരീരിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ച സിസ്റ്ററിനെ വടകരയിലുള്ള ആശ്രമ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലാതിരുന്നതിനാൽ ചൊവ്വാഴ്ച രാവിലെ തിരികെ കൊണ്ടുവരികയും ചെയ്തു. സന്ധ്യയോടുകൂടി നേരിയ ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് കമ്മ്യൂണിറ്റിയിലെ എല്ലാ സിസ്റ്റേഴ്സിന്റെയും സാന്നിധ്യത്തിൽ പ്രാർത്ഥനയുടെ ചിലരിൽ 8:40 തന്നെ സ്വന്തമാക്കിയ മണവാളന്റെ കൈകളിൽ തന്റെ ആത്മാവിനെ ശാന്തമായി സമർപ്പിച്ചുകൊണ്ട് സ്വർഗീയ സമ്മാനത്തിന് സിസ്റ്റർ യാത്രയായി. സിസ്റ്ററിന്റെ മരണവിവരം അറിഞ്ഞ ഉടൻ ഞങ്ങളുടെ അടുത്തെത്തുകയും സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്ത ഞങ്ങളുടെ ഇടപെടലുകാരെ വിമൽ ഫ്രാൻസിസ് അച്ഛനെ നന്ദിയോടെ ഓർക്കുന്നു. സിസ്റ്ററിന്റെ വേർപാട് അറിയിച്ച ഉടനെ പ്രാർത്ഥനയിൽ ഞങ്ങളോടൊപ്പമായിരുന്ന ഞങ്ങളുടെ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ നിർമ്മലയെയും പ്രാർത്ഥന കൊണ്ടും സാന്നിധ്യം കൊണ്ടും ഞങ്ങളോടൊപ്പമായിരുന്ന ജനറൽ കൗൺസിലർ സിസ്റ്റർ ആൻസിലിയെയും പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ജെസിനെയും കൗൺസിലേഴ്സിനെയും മറ്റെല്ലാ സിസ്റ്റേഴ്സിനെയും നന്ദിയോടെ ഓർക്കുന്നു. കിടപ്പിലായ സിസ്റ്ററിനെ വീൽ ചെയറിൽ ചാപ്പലിൽ കൊണ്ടുവരുന്നതിനും ദിവ്യബലിയിലും പ്രാർത്ഥനയിലും പങ്കെടുപ്പിക്കുന്നതിനും സിസ്റ്ററുടെ അന്ത്യനിമിഷങ്ങളിൽ കൂടെ ആയിരുന്നുകൊണ്ട് സിസ്റ്ററുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധാലുവായിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മദർ സുപ്പീരിയർ സിസ്റ്റർ സരിതയെയും എൻഫമറേയും സിസ്റ്റർ നമിതയെയും കൃതജ്ഞതയോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സിസ്റ്ററുടെ ആത്മീയ ഗുരുവായ ക്ലാസ്സിൽ അച്ഛനെയും ഇവിടെ വന്ന സിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയും നന്ദിയോടെ ഓർക്കുന്നു. സിസ്റ്ററുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുകയും സന്ദർശിക്കുകയും ചെയ്തിരുന്ന സിസ്റ്ററുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, സിസ്റ്ററുടെ വാർദ്ധക്യവേളയിൽ സ്വന്തം അമ്മയെ പോലെ പരിചരിക്കുകയും നോക്കുകയും ചെയ്ത ഹോം നേഴ്സുമാരായിരുന്ന സൂസി ചേച്ചി, കാല ചേച്ചി, നേഴ്സുമാരായ റീന, മേഴ്സി, ദിനേശ എന്നിവരെയും മറ്റെല്ലാ സഹോദരങ്ങളെയും നന്ദിയോടെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സിസ്റ്ററിന്റെ വിയോഗം അറിഞ്ഞ ഉടൻ തന്നെ ഇവിടെ എത്തിയ ഡോക്ടർ എഫ്രൈം, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, ഇടവക അംഗങ്ങൾ ഏവരെയും നന്ദിയോടെ ഓർത്ത് ദൈവാനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സിസ്റ്റർ ജമീന, സിസ്റ്ററിന്റെ ആഗ്രഹം പോലെ വിമലച്ചൻ ഇടവകയിൽ നിന്ന് സ്ഥലം മാറി പോകുന്നതിന് മുമ്പ് തന്റെ സ്വർഗീയ ഭവനത്തിലേക്ക് യാത്രയാക്കണം എന്ന ആഗ്രഹം കർത്താവിൽ നിന്ന് സാധിച്ചെടുത്ത സിസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇന്ന് ഈ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന സെബാസ്റ്റ്യൻ കാരകൾ അച്ഛനെയും സഹകാർമ്മികരെയും ഒപ്പം അനുഭവനിർഭരമായ ഹൃദയത്തോടെ സിസ്റ്ററിന്റെ ആത്മാവിന് വ്യത്യശാന്തി നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തിപൂർവ്വം നമുക്ക് ഏവർക്കും ഈ ബലിയിൽ പങ്കുചേരാം. നിത്യ
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ പ്രിയമുള്ളവരെ, ഈ ബലിപീഠത്തിൽ കൊണ്ടുവരുന്നവർ എത്രയോ പ്രാവശ്യം കുർബാന സ്വീകരിച്ച് കർത്താവിൽ നിന്ന് തൻ്റെ സന്യസ്ത ജീവിതത്തിൻ്റെ ഊർജവും ശക്തിയും ജീവിത വഴികളിൽ കരുത്തുമായി മാറിയ ആ ക്രിസ്തുനാഥൻ്റെ പ്രിയ മണവാട്ടി സിസ്റ്റർ ജമീന ഇന്ന് ഈ ബലിപീഠത്തിന് മുമ്പ് തന്നെ അവസാനത്തെ ബലിയിൽ നിശബ്ദമായി പങ്കെടുത്തുകൊണ്ട് നമ്മളെല്ലാം സ്വർഗത്തിലേക്ക് കടന്നു പോവുകയാണ്. ഈ മകൾക്ക് ആ വിശ്വാസം നമുക്ക് വിടുന്നില്ല. ഈ അപഭക്ഷികൾ ഒരിക്കലും മരിക്കുകയാണ്. അവസാന ദിവസം ഞങ്ങൾ വേർപിക്കുമെന്ന് യേശുവിനെ ചില വാക്കുകൾ നിത്യജീവനെ എത്രയോ പ്രാവശ്യം സ്വീകരിച്ചുകൊണ്ട് സന്യസ്ത ജീവിതത്തിൻ്റെ എല്ലാ വിഷമ പ്രതിസന്ധികളിലും അതിൻ്റെ സന്തോഷങ്ങളിലും അതിൻ്റെ സേവന മേഖലകളിലും അതിൻ്റെ ജീവിതയാത്രയിലെല്ലാം ശക്തിയായ ക്രിസ്തുനാഥൻ ഇന്ന് ഈ ബലിയർപ്പിച്ചുകൊണ്ട് മകൾക്ക് ശക്തമായൊരു വിശ്വാസത്തിൻ്റെ പ്രചോദനമായി മാറുക. നമുക്ക് ഓരോരുത്തർക്കും ഇക്കാലം എത്രയും 91 വയസ്സോളം ഈ ഭൂമിയിൽ ജീവിച്ചപ്പെടും. 1951 മുതൽ സന്യാസത്തിൽ ആരംഭിച്ചപ്പോഴുമല്ല സിസ്റ്റർ ജമീനയ്ക്ക് കരുത്തായത് ക്രിസ്തുനാഥൻ തന്നെയാണ്. ആ നാഥൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മണവാട്ടിയായി ഇക്കാലം എത്രയും ജീവിച്ചുകൊണ്ട് ആ സമൂഹത്തിലായിരുന്നവർക്ക് താൻ ജീവിച്ച കാലഘട്ടങ്ങളിലെ ഓരോ സമൂഹത്തിനെയും കണ്ടുപിടിച്ചില്ലാവർക്കും ക്രിസ്തുവിനെ പകർന്നു കൊടുത്തത് ഈ അൽത്താരയിൽ നിന്ന് സ്വീകരിച്ച് ക്രിസ്തുവിന്റെ ശക്തിയാൽ മാത്രമാണ്. ഇന്ന് ഈ മകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബലിയർപ്പിക്കുന്നത്. ആത്മാവിനെ നിത്യശാന്തി നേടുന്നതോടൊപ്പം ജീവിച്ച വഴികളിൽ കാണിച്ചുള്ള മാതൃകൾ നമുക്കെന്നും പ്രചോദനമാകുകയും സ്നേഹത്തോടെ കരുണയോടെ സാഹോദര്യത്തോടുകൂടി എന്നും ജീവിച്ചുകൊണ്ട് കാണിച്ചുന്ന വഴികൾ നമുക്കെല്ലാവർക്കും നല്ല മാതൃകയാകട്ടെ. സ്വർഗത്തിൽ വിശുദ്ധന്റെ സന്നിധിയിൽ നിന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വയ്ക്കുന്ന വിശുദ്ധിയാണ് ജമീനെ ഉയർത്തണമെന്ന പ്രാർത്ഥനയോടുകൂടി നമുക്കൊന്ന് ചേർന്ന് ഈ വിജ്ഞാനിപ്പിക്കാം. ദൈവം നമുക്ക് എല്ലാവർക്കും നന്ദി പറയാം. ഈ സിസ്റ്ററിലൂടെ പ്രത്യേകിച്ചും പോസ്റ്റൽ കാർബൻ കോൺഗ്രിഗേഷൻ നൽകിയ സേവനത്തിലൂടെ സാന്നിധ്യത്തോടെ പ്രാർത്ഥനയിലൂടെ ആ സമൂഹത്തിൽ നൽകിയ വലിയ പ്രചോദനത്തിൽ നന്ദി പറയാം. അതോടൊപ്പം തന്നെ ആ മകൾ ഈ ഭൂമിയിൽ സഭയ്ക്ക് നൽകിയ സേവനത്തിൽ ക്രിസ്തുവിന് നൽകിയ സാക്ഷ്യത്തിൽ എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ മകൾക്ക് നിത്യശാന്തി നൽകണമെന്ന പ്രാർത്ഥനയോടുകൂടി നമുക്കൊന്ന് ചേർന്ന് വിജ്ഞാനിപ്പിക്കാം.
ദൈവത്തിന് ഏറ്റവും യോഗ്യമായി ബലിയർപ്പിക്കേണ്ടത് 1 വയസ്സിന്റെ പാപങ്ങളോട് മനസ്തപിച്ച് ഏറ്റുപറയും. സർവശക്തനായ ദൈവത്തോടും സർവശക്തനായ ദൈവമേ, നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എപ്പോഴും കരുണ കാണിക്കുകയും മാപ്പ് നൽകുകയും ചെയ്യുന്നത് അങ്ങേക്ക് സഹജമാണ്. ഈ ദിവസം അങ്ങയുടെ അടുത്തേക്ക് വരുവാൻ അങ്ങ് വിളിച്ച അങ്ങേ പ്രിയ സഹോദരൻ ജമിനിക്ക് വേണ്ടി അങ്ങയോട് ഞങ്ങൾക്ക് അപേക്ഷിക്കും. അങ്ങനെ പ്രത്യാശ അർപ്പിക്കുവാനും വിശ്വസിക്കുകയും ചെയ്യുവാൻ യഥാർത്ഥ പുനരാജ്യത്തിലേക്ക് നയിക്കണം. നിത്യാന്തം അനുഭവിക്കുന്ന യാതൊരു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. അങ്ങയോടുകൂടി പരിശുദ്ധാത്മാവുമായി എതെന്ന് ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യും. അങ്ങയുടെ പുത്രനെ കർത്താവുമായ ക്രിസ്തു ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, ഇതാ ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയുന്നു. നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണുവരുന്ന വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. എന്നാൽ കാഹളം മുഴങ്ങുകയും മരിച്ചവർ അക്ഷരായി ഉയർത്തുകയും നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും ചെയ്യും. നശ്വരമായത് അനശ്വരവും മധ്യമായത് അമർത്യതയും പ്രാപിച്ചു കഴിയുമ്പോൾ മരണത്തെ വിജയം രസിച്ചു എന്നെഴുതപ്പെടുന്നത് യാഥാർത്ഥ്യമാകുന്നു. മരണമേ, നിന്റെ വിജയം എവിടെ? മരണമേ, നിന്റെ ദംശനം എവിടെ? മരണത്തിന്റെ ദംശനം പാപവും പാപത്തിന്റെ ശക്തി നിയമവുമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് നൽകുന്ന വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. കർത്താവിന്റെ വചനം. എന്റെ ആത്മാവ് ദൈവമേ, എന്റെ ആത്മാവ് അങ്ങേയ്ക്കായി
എന്നും ദൈവമേ, അവിടുന്നാണ് എന്റെ ദൈവം. ഞാൻ അങ്ങയെ തേടുന്നു. എന്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. ഒഴുകി വരുന്ന മരുഭൂമി എന്ന പോലെ എന്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു. ദൈവമേ, എന്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. അങ്ങയുടെ ശക്തിയും മഹത്വവും ദർശിക്കുവാൻ ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ വന്നു. അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ്. എന്റെ അതിരങ്ങൾ അങ്ങയെ സ്തുതിക്കും. ദൈവമേ, എന്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും. ഞാൻ കൈകൾ ഉയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. കിടക്കയിൽ ഞാൻ അങ്ങയെ ഓർമ്മിക്കുകയും രാത്രിയാമങ്ങളിൽ അങ്ങയെ കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എന്റെ മധ്യയിൽ മാംസവും കൊണ്ടത് പോലെ സംതൃപ്തി അടയുന്നു. എന്റെ അതിരങ്ങൾ അങ്ങേക്ക് ആനന്ദഗീതം ആലപിക്കും. ദൈവമേ, എന്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. എന്റെ ആത്മാവ് അങ്ങയോടൊട്ട് ചേർന്നിരിക്കുന്നു. അങ്ങയുടെ വലത് കൈ എന്നെ താങ്ങി നിർത്തുന്നു. എന്റെ ജീവൻ നശിപ്പിക്കുവാൻ നോക്കുന്നവർ ഭൂമിയുടെ അഗാധതലത്തിൽ പതിക്കും. അവർ വാളിന് ഇരയാകും. അവർ പുൽനരികൾക്ക് ഭക്ഷണമാകും. എന്നാൽ രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും. അവിടുത്തെ നാമത്തിൽ സത്യം ചെയ്യുന്നവർ അഭിമാനം കൊള്ളും. നുണയരുടെ വാ അടഞ്ഞു പോകും. ദൈവമേ, എന്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. യേശു ഉദ്ഘോഷിച്ചു, സ്വർഗ്ഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഈ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിലും നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. ലാസർ സംസ്കരിക്കപ്പെട്ട് 4 ദിവസമായെന്ന് യേശു ബെഥാനിയിലെത്തിയപ്പോൾ അറിഞ്ഞു. ബെഥാനിയ ജെറുസലേമിന്റെ അടുത്ത് ഏകദേശം 15 സ്ഥാനങ്ങൾ ദൂരത്തായിരുന്നു. അനേകം യഹൂദർ മർത്തായെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ വന്നിരുന്നു. യേശു വരുന്നത് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയ വീട്ടിൽ തന്നെയിരുന്നു. മർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നതെന്തും ദൈവത്തിലേക്ക് തരുമെന്ന് എനിക്കറിയാം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ വീട്ടിലെഴുന്നേൽക്കും. മർത്ത പറഞ്ഞു, അന്ത്യദിനത്തിലെ പുനരുദ്ധാനത്തിൽ അവൻ വീട്ടിലെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് പുനരുദ്ധാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവന് പരിശാലനം ചെയ്യും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർ ഒരിക്കലും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നവോ? അവർ പറഞ്ഞു, കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന്റെ സുവിശേഷം. ഈ അവസരത്തിൽ പ്രത്യേക ചിന്തിക്കുന്നതാണ് നമ്മൾ മരണത്തെ ഒരു ഗതികേടായിട്ട് കാണുന്ന പകരമായിട്ട് മരണം എന്ന് പറയുന്നത് സമർത്ഥമായിട്ട് കണ്ടുകൊണ്ട് നമ്മളുടെ മരണത്തിലൂടെ ആഘോഷമായിട്ട് തലയിൽ
പിതാവിന്റെ പക്കലേക്കുള്ള യാത്രയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. പതിന്റെ പിതാവിന്റെ പക്കലേക്കുള്ള യാത്രയാണ് എന്നോടത്തെ പഠിപ്പിക്കുകയാണ്. അതുപോലെ കയ്യിൽ കുരിശ് പിടിച്ചിരിക്കുന്നത് കുരിശെന്ന് പറഞ്ഞാൽ വലിയൊരു ശക്തിയാണ്. കർത്താവ് കുരിശ് ശക്തിയാണ് ലോകത്തെ പഠിപ്പിക്കുകയുണ്ടായി. കുരിശ് മരണവഴി പുനരുത്ഥാനം അവിടുന്ന് മരിക്കാനും നൽകുകയായിട്ട് ലോകത്തെ പഠിപ്പിക്കുകയുണ്ടായി. നിങ്ങൾ തൂക്കിക്കൊല്ലുക ചെയ്യുമോ, പക്ഷെ ചാവില്ല, മരിക്കില്ലാത്ത യാത്ര പുനരുത്ഥാനം. അവർ കൈപിടിച്ചിരിക്കുന്ന കുരിശ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ഏറ്റവും വലിയ തിന്മയായി കാണുന്ന, ദുഃഖമാണ്, ദുരിതമായിട്ട്, ഭയങ്കരമായിട്ട് കാണുന്ന എല്ലാത്തിനെയും അതിജീവിക്കുന്നത് എന്നുള്ളതാണ് ചെറിയ കുരിശിലായി പിടിച്ചിരുന്ന് കാണിക്കുന്നത്. ധൈര്യസമയം ഞാൻ നാളുകൾ പറയാറുണ്ട്, കുരിശ് കണ്ടാൽ ചെയ്താൽ പറയാറുണ്ട്. കുരിശ് കണ്ടു കഴിഞ്ഞാൽ എല്ലാ തിന്മയും ഓടുന്നു പറയുന്ന അർത്ഥം. എവിടെയും പറയുമ്പോഴത്തേക്കും ചെറിയ കുരിശാണെങ്കിൽ തന്നെ കുരിശ് എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു ശക്തി തന്നെയാണ്. അത് വൈകിന്റെ ആൾക്ക് കാണുന്നതും തന്നെ പ്രത്യേകം എല്ലാത്തിനും അപ്രത്യക്ഷമാകുന്നത്. അപ്പൊ അങ്ങനെ ഒരു അവസരമാണ് ഈ ഇതാണ് നാമം ചിന്തിക്കുന്ന അങ്ങയുടെ ചിന്തയുടെ രീതിയിലാണ് ദൈവത്തിന്റെ പക്കലേക്കുള്ള യാത്രയാണ് നമ്മളെ ചെയ്യുന്നത്. ഈ അവസരത്തിൽ പ്രത്യേകം ഞങ്ങളുടെ വലിയൊരു സഹോദരിയാണിത്. ഞങ്ങളുടെ തൊടുപുഴയാണ്. ഞങ്ങളുടെ ചെറുപ്പത്തിലെ നാളുകളിൽ പിന്നെ അവരുടെ നാടുകളിൽ പോയി പൊന്നും എന്നുള്ളതാണ്. വേറെ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, പലരും അറിയില്ല. ഞാൻ തന്നെ പറഞ്ഞാണ് തിരിച്ചറിയുന്നത്. അപ്പൊ ഇന്നലെ പറഞ്ഞ രീതിയിൽ പിന്നീടുള്ള ആളുകൾക്ക് വലിയൊരു സന്ദേശമാണ് നൽകിയത്. അതായത് ധൈര്യമായിട്ട് ഇറങ്ങി പുറപ്പെടുക എന്നുള്ളതാണ്. ധൈര്യമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ള വലിയൊരു സന്ദേശമാണ് ഈ മനുഷ്യരുടെ കേൾക്കുന്ന സിസ്റ്റർ ജിമ്മിനായി ഇതുപോലെ പഠിച്ചുപോയി അവരൊക്കെ പിന്നീട് കൊണ്ടുപോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ പണ്ടൊക്കെ കുടുംബത്തിൽ തന്നെ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്ന രീതിയിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ പ്രത്യേകം ഓർക്കുന്നത്, ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ ഇവിടെ ആൾക്കാർ ഏതുവായിരുന്നു കാണാൻ നോക്കിയ അവസരം കൊടുക്കില്ലായിരുന്നു, കാണാൻ അവരെപ്പോഴും ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരുന്നത് ശക്തി നൽകിക്കൊണ്ടാണ്, പ്രാർത്ഥിച്ചുകൊണ്ടാണ്. അപ്പോൾ സന്യാസ ജീവിതത്തിന്റെ വലിയൊരു അർത്ഥം അവിടെ വരികയാണ്. മറ്റുള്ളവരെ ശക്തിപ്പെടുത്തുവാനായിട്ട് ഉള്ളൊരു ജീവിതമാണ് എന്നുള്ളതാണ്. മാമോദീസയുടെ അവസരത്തിന് നമ്മുടെ കൈകളെ ഒരു തിരിതരുന്നുണ്ട് പ്രകാശമാക്കി തീരുവാൻ വേണ്ടി. അതുകൊണ്ട് അവരെ ധൈര്യപൂശി പരിശുദ്ധാത്മാവ് ശക്തി നമുക്ക് നൽകുന്നുണ്ട്. അതെല്ലാം ഉണ്ട്. പക്ഷേ ഈ തിരിതരുന്നത് ലോകത്തിന്റെ പ്രകാശമല്ല, ലോകത്തിന്റെ പ്രകാശമായി തീരുവാൻ വേണ്ടിയാണ്. എല്ലാവരുടെയും എല്ലാ മനുഷ്യരുടെയും അത് തന്നെയാണ് അത് സന്യാസ സമാപനത്തിലൂടെ വലിയ കണ്ടിട്ടുള്ളത്. വൈദ്യുതി അതുപോലെ തന്നെ പറയുന്നു, നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വലിയൊരു ദൗത്യമാണ് ഈ നമ്മളെല്ലാവരും എഴുതിയിരിക്കുന്നത്. പ്രത്യേകിച്ച് സന്യാസ സമർപ്പണം, വൈദ്യുതി സമർപ്പണം വഴി പ്രത്യേകമായ അങ്ങനെ ദൗത്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രകാശമായിട്ട് തീരണം, മറ്റുള്ളവർക്ക് ശക്തി നൽകുന്നവരായിട്ട് പ്രകാശമാണ് ചെയ്ത് വളരുന്നല്ലോ. പ്രകാശത്തല്ലേ ഒരു പ്രകാശം പറയുന്നത് വളർച്ചയുടെ ശക്തിയുടെ അത് തന്നെയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരൻ, ഇന്നത്തെ ദിവസം ഈ ആഘോഷങ്ങൾ നടക്കുമ്പോഴത്തേക്കും അതായത് പിതാവിന്റെ സമർപ്പണം വഴി പോകുന്നവർ വ്യക്തിയെ നാം അനുഗമിക്കുമ്പോൾ പ്രത്യേകം ഓർക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഇത് തന്നെയാണ് നോക്കുന്നത്. ഈ അവസരത്തിൽ പ്രത്യേകം നന്ദിയുടെ നോക്കിലാണ് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചിട്ട് പഠിച്ചെടുത്താണ് സ്കൂളിൽ പഠിച്ചിരുന്നത്. ഞങ്ങളെ പ്രത്യേകം പ്രോത്സാഹിപ്പിക്കുകയാണ്. അത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങളുടെ പാർട്ടിക്കാരന്മാരുണ്ട്, ഞങ്ങളുടെ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ളവർ ഓരോ വിദേശമാർഗോ വിഷയപ്രവർത്തനങ്ങൾ പഠിപ്പിക്കുന്ന ആൾക്കാരാണ്. അവരെല്ലാം ഈ അവസരം ഓർക്കുകയാണ് പ്രചോദനം പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായും ദിവസം മനോഹരമായ ഒരു ദിവസമാണ്. നമുക്ക് എല്ലാവർക്കും ശക്തി ചൈതന്യ ഉത്സാഹം നൽകുന്ന ഒരു അവസരമാണ്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ ജീവനും സത്യവും ജീവിതവുമാകുന്നു ഞങ്ങളുടെ കർത്താവ് പഠിപ്പിക്കുന്നതായി ഒന്നാലും ചാവുക, എല്ലാ വർഷവും ചാവുകയാണ്. അപ്പൊ അങ്ങനെ
ജീവൻ ശക്തിപ്പെടുത്തുവാനായിട്ട് വിളിക്കപ്പെട്ട ആളുകളാണ്. അവരുടെ ബോധം നമുക്ക് ഓർക്കാം. അതുപോലെ തന്നെ ഈ സിസ്റ്ററിയുടെ എല്ലാ ഉപകാരങ്ങളും അതിന് സിസ്റ്ററിനെ സഹായിച്ച ആളുകളെ പ്രത്യേക നന്ദി പറയാം. ഞങ്ങളുടെ ഐഡന്റിറ്റി പോയതാണ്. പക്ഷെ പൂജാരിക്ക് അവളെ പറ്റി തിരിച്ചു പോകും നേരത്തെ. അപ്പോൾ നമ്മളെ കുറിച്ചൊക്കെ പറയാറുണ്ടാണ്. വിദ്യാഭ്യാസ കാര്യങ്ങളോട് ശ്രദ്ധിക്കുന്ന ആൾക്കാർ വാർത്തകൾ വിദ്യാഭ്യാസം വഴി മനസ്സ് തുറന്നതിൽ മാത്രമാണ് വളരെയൊരു ബോധ്യത്തോടെ സ്ത്രീകളുടെ വിദ്യാഭ്യാസം മനസ്സിലാക്കി വളരെയധികം പ്രവർത്തിക്കുന്നു. ഒരു സമൂഹത്തിലേക്ക് പ്രത്യേകം ഞങ്ങൾക്ക് എല്ലാവർക്കും കടപ്പാടുണ്ട്, സന്തോഷമുണ്ട്. ഈ ഹിസ്റ്ററി ഈ നമുക്ക് നിങ്ങൾ ചെയ്യുന്നത് അതുപോലെ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ പ്രോത്സാഹിപ്പിച്ച സിസ്റ്റേഴ്സൊക്കെയാണ് രീതിയിൽ പ്രചോദനം നൽകിയതിൽ നിങ്ങളുടെ സന്തോഷമുണ്ട്. ഇന്നേ ദിവസം അതുകൊണ്ട് ദുഃഖത്തെക്കാളും കൂടുതൽ പറയുന്നത് സന്തോഷത്തിന്റെ ധൈര്യത്തിന്റെ അതുപോലെ പിതാവിന്റെ പക്കലേക്ക് പോകുന്ന ആഘോഷമായിട്ട് പോകുന്ന പുതിയ ധൈര്യമുണ്ട്. ഒരു സ്പോർട്സ് സമ്മാനത്തിന് വേണ്ടി കയറി പോകുന്ന ഒരു വ്യക്തിയെ കൂടെയാണ് പോകുന്നത്. ഈ അവസരത്തില് പ്രത്യേകമായിട്ട് സിസ്റ്ററിന് വേണ്ടി ദൈവത്തിന് കൂടുതലായിട്ട് കൂടുതൽ പ്രാർത്ഥിക്കാം. എല്ലാവരും എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും. സിസ്റ്ററിന്റെ വിയോഗത്തിലാകുന്ന എല്ലാവർക്കും വിശ്വാസം ആശ്വാസപ്പെടുന്നവരെയും ഹൃദയങ്ങളെ സമർപ്പിച്ച് നിർത്തിപ്പോൾ പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് ഇരുപതിനാലാം മാർപ്പാപ്പയെയും അധ്യക്ഷൻ വർഗീസ് ചച്ചാലയുടെ മെത്രാപ്പോലീത്തയെയും ഇന്ന് സിസ്റ്റർ ജെനിയയ്ക്കായി പ്രാർത്ഥിച്ച് അർപ്പിക്കുന്ന ഈ ദിവ്യബലിയിൽ മുഖ്യ കാർമ്മികനായിരിക്കുന്ന സെബാസ്റ്റ്യൻ കായപ്പെട്ടച്ഛനെയും ഞങ്ങളുടെ ഇടവക വികാരി വിമൽ ഫ്രാൻസിസ് അച്ഛനെയും സഹകാർമ്മികരായിരിക്കുന്ന ഫാദർ ജോസ്, ഫാദർ പ്ലാസ്റ്റിക്, ഫാദർ ഷെറിൻ എന്നിവരെയും അനുഗ്രഹിക്കണമേ. ദൈവജനത്തെ ദൈവസ്നേഹത്തിലും വിശ്വാസ തീക്ഷ്ണതയിലും പുനരുദ്ധാന പ്രതീക്ഷയിലും വളർത്തുവാനും പരിശുദ്ധാത്മാവിന്റെ കൃപകളാൽ അവരെ ഇറക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അപ്പസ്തോലിക് കോൺഫറൻസ് സഭയുടെ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ നിർമ്മലയെയും ടീമിനെയും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രൊഫഷണൽ സുപ്പീരിയർ സിസ്റ്റർ ജസീനയെയും കൗൺസിലേഴ്സിനെയും സെന്റ് ആനീസ് കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ സരിതയെയും മറ്റെല്ലാ സിസ്റ്റേഴ്സിനെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആവിഷ്കാരം മുഴുവൻ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും ആഴപ്പെട്ട് അങ്ങേ തിരുവിധം തിരിച്ചറിഞ്ഞ് അത് നിറവേറ്റുവാനും അങ്ങനെ അങ്ങയോടുകൂടി ഒന്നാകുവാനുമുള്ള കൃപ നൽകി ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, തന്റെ ജീവിതം മുഴുവൻ അങ്ങേക്ക് സമർപ്പിച്ച് അവസാന ശ്വാസം വരെ അങ്ങയെ സ്നേഹിച്ചും വിശ്വാസം കാത്തു സൂക്ഷിച്ചും ജീവിതം നയിച്ച് ഇപ്പോൾ നേരിടുന്ന നിത്യസമാനത്തിനായി വിളിക്കപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റർ ജെനിയയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിത കാലഘട്ടത്തിൽ സിസ്റ്റർ അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകളും അങ്ങ് ക്ഷമിക്കണമേ. സകല വിശുദ്ധരോടും മാലാഖമാരോടുമൊത്ത് അങ്ങേ അനവരതം സ്തുതിച്ചുകൊണ്ട് സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ ഈ ആത്മാവിനെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആശ്വാസനായകനായ ദൈവമേ, സിസ്റ്റർ ജെനിയയുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സിസ്റ്ററുടെ വേർപാടിൽ അതീവ ദുഃഖിതരായിരിക്കുന്ന അവർക്ക് അങ്ങ് ആശ്വാസം നൽകി അനുഗ്രഹിക്കണമേ. മരിച്ചുപോയ സിസ്റ്ററുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുവികാരികൾ എന്നിവരുടെ ആത്മാക്കൾ നിത്യമായ ശാന്തി അനുഭവിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥന കേൾക്കണമേ. നല്ല ദൈവമേ, സിസ്റ്ററുടെ ജീവിതകാലത്ത് വിവിധ സ്ഥലങ്ങളിലും സമയങ്ങളിലും സിസ്റ്ററെ സഹായിക്കുകയും വളർത്തുകയും ചെയ്ത പുരോഹിതർ, സന്യാസിനികൾ, സ്നേഹിതർ, അവസാന കാലഘട്ടത്തിൽ സിസ്റ്റർക്ക് സ്നേഹപരിചരണം നൽകിയവർ, ഇടവകാംഗങ്ങൾ, സിസ്റ്ററുടെ ആത്മയാത്രയിൽ സിസ്റ്റർക്കായി പ്രാർത്ഥിക്കുവാൻ ഈ ആൾക്കാരെ ചുറ്റും അടങ്ങിയിരിക്കുന്നവർ എല്ലാവരെയും അർപ്പിക്കുന്ന അപ്പത്തിനോടും വീടിനോടും ചേർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാം ചെയ്യുന്നതിനെ ദൈവകൃപ സ്വീകരിച്ചുകൊണ്ട് അനുദിനം മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ യോഗ്യരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിളിച്ചപേക്ഷിക്കുന്നവരുടെ പ്രാർത്ഥന വിശ്വാസാത്മാവ് ഉപകരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവരെല്ലാ ഭാവങ്ങളിൽ നിന്നും അനുമോചിപ്പിക്കുകയും പരിത്രാത്തിൽ പങ്കാളികളാകുകയും ഇടയാക്കുകയും ചെയ്യും. അത് കർത്താവായ ക്രിസ്തു നിങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടിട്ടുള്ളവരെ പ്രിയ സഹോദരി സഹോദരന്മാരെ, സർവശക്തനും പിതാവുമായ ദൈവത്തെ സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങേ ദാസ സിസ്റ്റർ ജമീലയുടെ രക്ഷിക്കാൻ അംഗീകാരം യാചിച്ചുകൊണ്ട് അങ്ങേക്ക് കാഴ്ചകൾ വിനയപൂർവ്വം സമർപ്പിക്കും. അങ്ങേപുത്രന്റെ സ്നേഹാർത്ഥമായ രക്ഷകരാണ് നിസ്സംശയമേറ്റവരുടെ നിയമം കാരുണ്യവാനായ വിധികർത്താവായ ഇവിടുത്തെ ദർശിക്കുമാറാണ് എന്നും ചുരുക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടവരോടെ കർത്താവ് നിങ്ങളോടുകൂടി ഹൃദയങ്ങൾ ഉയർത്തുവിൻ.
നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവേ, എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്ന യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ ഞങ്ങൾ എല്ലാവരും മരിക്കാതിരിക്കുവാൻ ഒരാൾ തന്നെ മരണം കൈവരിച്ചു. ഞങ്ങൾ എല്ലാവരും അങ്ങേക്ക് വേണ്ടി നിത്യമായി ജീവിക്കുവാൻ ഒരാൾ തന്നെ മരിക്കുവാൻ തീരുമാനസായി. ആകയാൽ ദൂതന്മാർ, മുഖ്യദൂതന്മാർ, ഭദ്രമാസന്മാർ, ദേശന്മാർ തുടങ്ങിയ എല്ലാ സ്വർഗവൃന്ദങ്ങളോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ അഭിരാമം ആലപിക്കുന്നു. കർത്താവ് അങ്ങ് സത്യമായി പരിശുദ്ധനാണ്. അങ്ങ് സൃഷ്ടിച്ച സർവ്വചരാചരങ്ങൾ സമുചിതമായി അങ്ങേ പാടുന്നു. എന്തുകൊണ്ട് തന്നെ പുത്രന്റെ കർത്താവുമായ ക്രിസ്തുവൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താൽ അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യും. സൂര്യോദയം മുതൽ അസ്തമയം നിർമ്മലമായ ബലി അങ്ങേ നാമത്തിൽ അർപ്പിക്കപ്പെടേണ്ടത് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് ഒരിക്കലും വരുന്നില്ല. അതുകൊണ്ട് കർത്താവ് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു, വിശുദ്ധീകരിക്കാൻ അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുവൽ കാഴ്ചകൾ അതേ ആത്മാവാണ് പവിത്രമാക്കുവാൻ കഴിയുന്നത്. അങ്ങേ ദൈവത്തിൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമാണ് തീരുമാനമാക്കി. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഇതിന്റെ രഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്നാൽ അവിടുന്ന് ഒറ്റക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പം അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചു ആശീർവദിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാതിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു.
പ്രകാരത്തിന്റെ കാരണങ്ങളെയും പാലന മാത്രമല്ല എനിക്ക് ഹൃദയത്തെ പ്രകാശിപ്പിച്ചു ആശീർവദിച്ചു തന്റെ ശിഷ്യന്മാർ കൊടുത്തവർക്ക് അരുളിച്ചു എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുകയും എന്താണ് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാതിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാലന മാത്രമാണ്. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കാണ് ചെയ്യുന്നത്. വിശ്വാസത്തിന്റെ രഹസ്യം അത് ഞാൻ കർത്താവ് അങ്ങേ ദൈവത്തിന്റെ വിശാലമായ വിലാസകരവും ഭംഗിയുമായും സ്വർഗാരങ്ങളും അവിടുത്തെ പ്രത്യാപനം പ്രതീക്ഷിച്ചത് ജീവദായകവും പരിപാലനമായി കൃതജ്ഞത പ്രകാശിപ്പിച്ചത് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ വിരുദ്ധൻ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വലിയ പ്രസാദികളെന്ന് ആഗ്രഹിച്ച ഒരു വസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരന്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിക്കുകയാണ്. അവിടുത്തെ പരിശുദ്ധാത്മാവാൻ പരിപൂരിതയാണ്. ഞങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഒരു ആത്മാവുമായി തീർക്കാൻ അനുഗ്രഹിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ നിത്യമായ ജ്ഞാനികയായി തീരുമാറാകട്ടെ. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടവരോട് അവകാശം ഞങ്ങൾക്ക് ലഭിക്കുവാൻ വഴിയാകണമേ. ശിഷ്യതയും അറിയത്തോടും അങ്ങനെയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട അവസ്ഥയോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയുടെ രക്തസാക്ഷികളോടും അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മധ്യസ്ഥതാൽ സഹായം കൈവരുമെന്ന് പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിന്റെയും വഴി സർവ്വലോകത്തിന്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേദാസനായ ഞങ്ങളുടെ ഡിയോപാപ്പയോടും ഞങ്ങളുടെ അഗ്രപ്രദേശമായ വർഗീയകാലങ്ങൾ മെത്രാനോടും മെത്രാൻ പദ്ധതികളുടെ എല്ലാവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടൊപ്പം ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ എങ്ങനെയാണ് അങ്ങേക്ക് കൊണ്ട് നിൽക്കുവാൻ അനുഗ്രഹമായ ഈ മൃഗുല അപേക്ഷകൾ ദയാപൂർവം കേട്ടിരുന്നേ. കാരണമായ പിതാവ് എല്ലാവിധ ചിന്തകളിൽ അങ്ങ് എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഈ ലോകത്തെ മകനേക്ക് വിളിച്ച് അങ്ങനെ പ്രിയ അങ്ങേപ്പത്തിൽ മരിച്ചതിനെ മണ്ണിലേൽപ്പിക്കുമ്പോൾ അങ്ങയുടെ ഞങ്ങളുടെ വലിയ ശരീരം അവിടുത്തെ തേച്ചുകമായ ശരീരത്തോട് സാരൂപ്യം പ്രാപിക്കുകയും ചെയ്യുമ്പോൾ അവിടുത്തെ മരണവുമായി സാദൃശ്യം പ്രാപിച്ച മകൻ അത് ഉയർപ്പിലും ഒന്നാകത്തിരുവാൻ കഴിയും. അനുഭവത്തിന്റെ സഹോദരൻ അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിലുള്ള എല്ലാവരെയും അങ്ങേ രാജ്യത്തെ വ്യാപനം പ്രവേശിപ്പിക്കുക. അവിടെ ആയിരിക്കുന്നതോ അങ്ങേ മകനില്ല നിത്യമായ സംതൃപ്തി അടയുന്നത് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. അവിടെ ഞങ്ങളുടെ വീടുകളിൽ എല്ലാം ഉപയോഗിക്കുമ്പോൾ ഞങ്ങളുടെ ദൈവമായി ആയിരിക്കുന്ന പോലെ ദർശിച്ചുകൊണ്ട് എല്ലാ യുഗങ്ങളിലും ഞങ്ങളെ പോലെ ആയിത്തീരുകയും അഭിരാമം ഞങ്ങളെ സ്തുതിക്കുകയും ചെയ്യുവാനാണ്. ഇതെന്നാണ് ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും ലോകത്തിന് നഷ്ടപ്പെടുന്നത്. ക്രിസ്തുവിലൂടെ
സർവശക്തനായ ദൈവവും പിതാവുമായ നീ പരിശുദ്ധാത്മാവുമായ എല്ലാ ബഹുമതിയും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായി ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായി നിർഭയം നമുക്കൊന്ന് ചേർന്നാരംഭിക്കാം. എല്ലാ തിന്മകളിൽ ഞങ്ങൾക്ക് നിങ്ങൾ സമാധാനം നീക്കരപൂർവമായ പ്രത്യാശി എന്റെ രക്ഷകനായ ക്രിസ്തുവിന്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു എപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുക എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുവാനാകട്ടെ. സമാധാനം നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനങ്ങൾക്ക് ഞാൻ തരും. നിങ്ങൾ അപ്പോസ്തലന്മാർ അരുളിച്ചെയ്ത കർത്താവായ യേശുക്രിസ്തു നിങ്ങളുടെ പാപങ്ങളെ പിന്നെയും യേശുവിന്റെ വിശ്വാസം തന്നെയാണ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണം. ഇതൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യാൻ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടി ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാണ്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിന്റെ പേരിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവൻ അനുഗ്രഹീത. Thank you.
കൈയോടോർക്കണമേ
നരരുടെ ദൃഷ്ടിയിൽ നിന്നും അവരുടെ സ്വരയിൽ നിന്നും ഇതാ മറയുടെ ആണി താരമയോടെ ധീരശീലയതിൻ ഉള്ളിൽ. നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവിനെ സ്വന്തമായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനെ സ്വന്തമായി മരിക്കുന്നു. ആകയാൽ ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളതാണ്. റോമാക്കാരുടെ ലേഖനം 14-ാം അധ്യായം 8-ാം വാക്യം. സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർ വേർപാടിൽ ഞങ്ങളോടൊപ്പമായിരുന്ന എല്ലാവരെയും ദൈവത്തിൽ കരങ്ങളിൽ സമർപ്പിക്കുന്നു. സിസ്റ്ററിന്റെ 91 വർഷത്തെ ആയുസ് മുഴുവനും ഈശോയുടെ പ്രിയപ്പെട്ട മകളായി ജീവിച്ച് പെട്ടെന്ന് വേർപിരിഞ്ഞത് നമുക്ക് വേദന ഉണ്ടാകുന്നതാണെങ്കിലും സ്വർഗീയ പിതാവ് അനാദികാലം സിസ്റ്ററിനായി ഒരുക്കി വെച്ച സ്വർഗീയ സൗഭാഗ്യങ്ങൾ നൽകുവാനാണല്ലോ വിളിക്കപ്പെട്ടത് എന്നത് നമുക്ക് ആശ്വാസം നൽകുന്നു. സിസ്റ്ററിന്റെ അവസാന നിമിഷങ്ങളിൽ ആശ്വാസം നൽകിയ ആശാ ഹോസ്പിറ്റലിലെ ഡോക്ടറിനും സ്റ്റാഫ് അംഗങ്ങൾക്കും പ്രത്യേകിച്ച് എഫ്എം ഡോക്ടറിനും നന്ദി പ്രകാശിപ്പിക്കുന്നു. സിസ്റ്ററുടെ നിര്യാണം വിവരം പറഞ്ഞിട്ടുള്ളത് സാമീപ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഞങ്ങളോടൊപ്പമായിരുന്ന ഇടവക വികാരി ബഹുമാനപ്പെട്ട വിമലച്ഛനെ നന്ദിയോടെ ഓർക്കുന്നു. അച്ഛന്റെ അനുദിനങ്ങളുടെ പരിശുദ്ധ കുർബാന അർപ്പണവും സന്ദർശനവും സിസ്റ്ററുടെ ആത്മാവിന് തിരുപാതയുമായി. സിസ്റ്ററിന്റെ ആത്മീയ കാര്യങ്ങളിൽ സഹായിച്ച ഞങ്ങളുടെ കുമ്പസാരക്കാരനായ ക്ലാസിക് അച്ഛനെയും നന്ദിയോടെ സ്മരിക്കുന്നു. സിസ്റ്റർക്ക് വേണ്ടി ദീപിബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സെബാസ്റ്റ്യൻ കാരക്കടച്ചനും ജോസച്ചനും ഷെബി അച്ഛനും ക്ലാസിക് അച്ഛനും ഞങ്ങളുടെ ഇടവകാരി വിപുൽ അച്ഛനും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. സിസ്റ്ററുടെ വേർപാട് അറിഞ്ഞ ഉടനെ പ്രാർത്ഥനയിൽ ഞങ്ങളോടൊപ്പമായിരുന്ന സുപ്പീരിയർ ജനറൽ സിസ്റ്റർ നിർമ്മലിയും ജനറൽ കൗൺസിലറായ സിസ്റ്റർ ആൻസലിയുടെ സാന്നിധ്യവും ഞങ്ങൾക്ക് ആശ്വാസകരമായിരുന്നു. സിസ്റ്ററുടെ രോഗാവസ്ഥയിൽ സിസ്റ്ററിനെ സന്ദർശിച്ച് ആശ്വാസം പകർന്ന് നമ്മോടൊപ്പമായിരിക്കുന്ന നമ്മുടെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ജെസിനെയും കൗൺസിലേഴ്സിനെയും നന്ദിയോടെ സ്മരിക്കുന്നു. കിടപ്പിലായ 3 വർഷക്കാലം പല വിധത്തിൽ ഞങ്ങളെ സഹായിച്ച എല്ലാവരെയും, പ്രത്യേകിച്ച് സിസ്റ്ററിന്റെ കോർഡിനേറ്റർമാരായ കമല, സൂസി, മറ്റെല്ലാ സ്റ്റാഫുകളെയും കൃതജ്ഞതയോടെ ഓർക്കുന്നു. സിസ്റ്ററിന്റെ വാർദ്ധക്യത്തിൽ ഇടയ്ക്കിടെ സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും ആശ്വസിപ്പിക്കുകയും സന്തോഷം പകരുകയും ചെയ്ത കമ്മ്യൂണിറ്റി സിസ്റ്റേഴ്സിനും സിസ്റ്ററിന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ബന്ധുമിത്രാദികൾക്കും നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ കോളേജിൽ നിന്ന് സിസ്റ്ററിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാ സഹായങ്ങളും ചെയ്ത പാരിഷ് കൗൺസിൽ സെക്രട്ടറി സന്തോഷ് സാറിനും മറ്റെല്ലാ അംഗങ്ങൾക്കും ഇടവകാചാരത്തിനും എല്ലാവരെയും കൃതജ്ഞതയോടെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇവിടെ വന്ന് സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങളുടെ വിവിധ കോളേജുകളിലെ എല്ലാ സിസ്റ്റേഴ്സിനെയും സമീപ കോളേജിലെ സിസ്റ്റേഴ്സിനെയും ACA അംഗങ്ങളെയും അധ്യാപകരെയും അനധ്യാപകരെയും വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഒത്തിരി നന്ദിയോടെ ഓർക്കുന്നു.
പ്രിയപ്പെട്ടവരെ, നമുക്ക് സിസ്റ്ററുടെ ആത്മാവിന് വേണ്ടി ഇനിയും പ്രാർത്ഥിക്കാം. നമുക്കായി പ്രാർത്ഥിക്കാൻ സ്വർഗത്തിൽ ഒരു മധ്യസ്ഥ കൂടി ലഭിച്ചിരിക്കുന്നു എന്നതിൽ സർവശക്തനായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. ദൈവത്തിന് നന്ദി. ഈ സിസ്റ്റത്തെ വിയോഗമാക്കിയതുകൊണ്ട് തന്നെ പിതാവിന് പ്രത്യേകമായിട്ടുള്ള നിശ്ചോചനമായി നാം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. പിതാവ് കാര്യങ്ങളതുപോലെ തന്നെ പിതാവ് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ അത് ഓർക്കുകയാണ്. അതുപോലെ തന്നെ തുടർന്നുള്ള സംസ്കാര ധർമ്മങ്ങൾക്കായിട്ട് വന്നിരിക്കുന്ന മോൺസിനോ ജയസംഘത്തിന് വീട്ടിലും ടോണിയച്ചനും ജീവനച്ചനും സാരച്ചനും ഒക്കെ പ്രത്യേകമായിട്ട് നന്ദി പറയുന്ന ഒത്തിരി ഇന്ന് ഒത്തിരി തിരക്കുള്ളൊരു ദിവസമാണ്. ഇപ്പോൾ വയനാട്ടിൽ നിന്നൊക്കെ അവിടെ വരികയായിരുന്നു. പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഇടവരെ കുറച്ച് ദിവസമായിട്ട് സിസ്റ്റർ പറഞ്ഞിരുന്നു എന്നാണ് പറയുക. അക്ഷരന്ത പൗരത്വത്തിനകത്ത് അച്ഛന് ട്രാൻസ്ഫറായി പോകാത്തവരൊക്കെ ഞാൻ ആദ്യം പോകും. അച്ഛനെ അടക്കിയിട്ട് പോയാൽ മതി. സിസ്റ്റർ 2 ദിവസത്തിലൊക്കെ ഞാൻ പറഞ്ഞു എന്നാണ് പറയുക. ദൈവം അത് തന്നെയായിരിക്കും. പ്രത്യേകമായിട്ട് സിസ്റ്ററിന്റെ ആ വലിയ സ്നേഹത്തെ നമ്മളെപ്പോഴും പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. കാലങ്ങളിൽ സിസ്റ്ററിനെ നടക്കാവുന്ന സമയത്ത് പ്രത്യേകമായിട്ട് ഞങ്ങൾ കോൺവെന്റിലെ ഭക്ഷണത്തിനായിട്ട് ചോദിക്കുമ്പോൾ ഒരു വീട്ടിലെ അമ്മമാരുടെ നിർദ്ദേശമൊക്കെ കഴിപ്പിച്ച് ഞങ്ങൾ കഴിച്ചു എന്ന് ഉറപ്പാകുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കാനായി പോകുന്ന അസ്വസ്ഥത, എന്തെങ്കിലും ഒരു അസുഖമായിട്ട് എന്തെങ്കിലും നേരത്തെ ഞാൻ സിസ്റ്ററിന്റെ അടുത്തേക്ക് സിസ്റ്ററിന്റെ വസ്ത്രങ്ങൾ മാറുന്നതുകൊണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കാറും ആശ്വസിപ്പിക്കാറും ഒക്കെ ഉണ്ടായിരുന്നു. ഒത്തിരി ആളുകൾക്ക് ആശ്വാസമായിട്ടുള്ള സിസ്റ്റർ എനിക്ക് തന്നെ സിസ്റ്റർ ഒത്തിരിയേറെ ആശ്വാസം തന്നിട്ടുണ്ട്. സിസ്റ്ററിന്റെ ആത്മശാന്തിക്കായി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഈ ആത്മാവിന് കർത്താവിന്റെ ശാന്തി നൽകുമാറാകട്ടെ. അതോടൊപ്പം തന്നെ മാനുഷികമായ ബലഹീനതകളൊക്കെ ഉണ്ടെങ്കിൽ അതിന് മാപ്പും മോചനവും നൽകുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, നീ പുത്രന്റെ ശരീരത്തിലെ കൂദാശ തിരുപാതയുമായി ഞങ്ങൾക്ക് നൽകി. അങ്ങനെ ഇതുവഴി ഞങ്ങളുടെ സഹോദര സൃഷ്ടിച്ചെങ്കിൽ ക്രിസ്തുവിന്റെ നിത്യമായ വൈശ്വര്യത്തെ ചെല്ലുവാൻ കാരണപ്രവർത്തനം എതെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടവരുടെ പ്രിയ സഹോദരരെ, ക്രിസ്തീയ മുറപ്രകാരം മൃതശരീരം സംസ്കരിക്കുന്ന നമുക്ക് സർവ്വജീവജാലങ്ങളുടെ നിദാനമായ ദൈവത്തോട് ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കാം.
നാം ഇപ്പോൾ സംസ്കരിക്കുന്ന സിസ്റ്റർ ജമീലയുടെ നശ്വരമായ ശരീരം സർവശക്തനായ ദൈവം അനശ്വര മഹിമയോട് ഉയർപ്പിച്ച വിശുദ്ധരുടെ സമൂഹത്തിൽ ചേർത്തിരുളി. അവിടെ നീ സമർപ്പിതയിരിക്കുമ്പോൾ കരുണ കാണിച്ച് പാപങ്ങൾക്ക് പൂർത്തിയും ശിക്ഷയിൽ നിന്ന് മോചനവും നൽകട്ടെ. നല്ല ഇടയനായ ക്രിസ്തുനാഥൻ ഈ സമർപ്പിതയെ പിതൃഭവനത്തിലേക്ക് നയിച്ച് സ്നേഹനിധിയായ പിതാവുമായി രഞ്ജിപ്പിക്കട്ടെ. അങ്ങനെ സ്വർഗരാജ്യത്ത് ക്രിസ്തുനാഥന്റെ സന്നിധിയിൽ എല്ലാ വിശുദ്ധരോടുമൊത്ത് നിത്യാനന്ദം അനുഭവിക്കുവാനുള്ള ഭാഗ്യം ഇയാൾക്ക് കൈവരുകയും ചെയ്യുമാറാകട്ടെ. ഓരോ സമർപ്പിതയുടെയും വേർപാട് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു മണം കൂടി നമുക്കുണ്ട് എന്നുള്ള വിശ്വാസം ദൃഢപ്പെടുത്തുന്ന വേർപാടാണ്. നമ്മുടെ സമൂഹത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കർത്താവിന്റെ അടുക്കൽ സിസ്റ്റർ ജമീലയുണ്ടെന്നുള്ള ബോധ്യത്തോടുകൂടി സിസ്റ്ററിനെ നമുക്ക് പ്രാർത്ഥിക്കാം. സിസ്റ്ററുടെ ജീവിതത്തിൽ എപ്പോഴും നന്മ നിറഞ്ഞ് ചൈതന്യം നിറഞ്ഞ് വ്യാപരിക്കുവാൻ ഇടയായിട്ടുണ്ടെങ്കിൽ അതെല്ലാം നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് സിസ്റ്ററിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആദ്യമായി അറിയുകയും ചെയ്തു എല്ലാ പാപങ്ങളും അവിടുത്തെ ആത്മീയത തിരുരംഗത്ത കടയിൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സമാധാന പ്രാർത്ഥനയിലേക്ക് കൊടുക്കാൻ ധന്യവാനായ പിതാവേ, അങ്ങയുടെ തൃക്കരങ്ങളിൽ ഈ സഹോദരിയുടെ ആത്മാവിനെ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ക്രിസ്തുവിൽ മരണമടഞ്ഞ എല്ലാവരെയും പോലെ സിസ്റ്റർ ജമീലയും അവസാന ദിവസം ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞങ്ങൾ ദൃഢമായി പ്രത്യാശിക്കുന്നു. അങ്ങയുടെ പൈതൃകമായ സ്നേഹത്തിന്റെയും ക്രിസ്തുവിൽ ഞങ്ങൾക്ക്
വിശുദ്ധനുമായുള്ള സംസർഗത്തിന്റെയും അടയാളമായി ഈ ദാസിയെന്ന് ചൊല്ലിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവേ, സിസ്റ്റർ ജമീലിനെ സ്വർഗ്ഗമാണ് തുറന്നു കൊടുക്കണമേ. ഈ ലോകത്ത് ജീവിക്കുന്നവരായ ഞങ്ങൾ വിശ്വാസ രജിസ്റ്ററുകളിൽ പരസ്പരം ആശ്വാസം കണ്ടെത്തുവാൻ കൃപയേറണമേ. ഞങ്ങൾ ഒരിക്കൽ സ്വർഗ്ഗത്തിൽ ചേർന്ന് വീണ്ടും ഈ സഹോദരിയെ കാണുവാൻ ക്രിസ്തുവിൽ നിത്യാനന്ദം അനുഭവിക്കുവാനും അനുഗ്രഹിക്കണം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. പാരിൽ എൻ പ്രിയരേ കരയരുദേവം ഞാൻ, ദൈവത്തിൻ ചാരത്ത് സ്വർഗീയ തീരത്ത്, ദൈവത്തിൻ ചാരത്ത് സ്വർഗീയ തീരത്ത് ആനന്ദമോടെ ചേർന്നിരിപ്പൂ, ആനന്ദമോടെ ചേർന്നിരിപ്പൂ. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങ് 3 ദിവസം കല്ലറയിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ വിശ്വാസികളുടെയും ശവകുടീരങ്ങൾ പൗത്രീകരിച്ചുവല്ലോ. അങ്ങനെ പരേതരുടെ ശരീരങ്ങൾ ഉള്ളടക്കം ചെയ്യുന്ന കുഴിമാടങ്ങൾ ഉയർപ്പിന്റെ പ്രത്യാശ അവർക്ക് നൽകുന്നുവല്ലോ. ഉയർപ്പും ജീവനുമായ അങ്ങ് ഈ ദാസിയെ മഹത്വത്തോട് ഉയർപ്പിക്കുന്നത് വരെ ഇവരുടെ ശരീരം ഇവിടെ വിശ്രമം കൊള്ളുമാറാകട്ടെ. അങ്ങയുടെ ദിവ്യ തേജസ്സിൽ പിതാവായ ദൈവത്തിന്റെ തിരുമുഖം ദർശിക്കുവാൻ ഈ സമർപ്പിതയെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. എന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളേണമേ. നമ്മുടെ ഈ പ്രിയ സഹോദരി സിസ്റ്റർ ജമീലെ സർവശക്തനായ ദൈവം ഈ ജീവിതത്തിൽ നിന്ന് തൻ്റെ പക്കലേക്ക് വിളിക്കുവാൻ ദുർമനസ്സായി. മണ്ണിൽ നിന്നെടുത്ത ശരീരത്തെ നാം ഇപ്പോൾ മണ്ണിൽ തന്നെ നിക്ഷേപിക്കുന്നു. മരിച്ചവരിൽ നിന്ന് കൃഷ്ണനാഥൻ ആദ്യമായി ഉയർത്തെഴുന്നേറ്റ് എളിയവരായ നമ്മുടെയും ശരീരങ്ങളെ അവിടുന്ന് ഉയർപ്പിക്കുമെന്നും തൻ്റെ തേജോമയമായ ശരീരത്തോട് അനുരൂപപ്പെടുത്തുമെന്നും നാം വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ തൃക്കരങ്ങളിൽ ഈ സഹോദരിയെ നമുക്ക് ഏൽപ്പിക്കാം. ഇയാൾക്ക് അവിടെ നിന്ന് നിത്യ ശാന്തി നൽകുകയും അവസാന ദിവസം ഇയാളുടെ ശരീരത്തെ ഉയർപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവനും പുനരുത്ഥാനവും ഞാനാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും നിത്യമരണം പ്രാപിക്കുകയില്ലെന്ന് അരുൾ ചെയ്ത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനോട് ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലാസറിന്റെ ശവകുടീരത്തിൽ കണ്ണീർ പൊഴിച്ച കർത്താവെ, ദുഃഖാർത്തരായ ഞങ്ങളുടെ കണ്ണുനീർ തുടച്ചു നീക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മരിച്ചുയർപ്പിച്ച കർത്താവെ, ഞങ്ങളുടെ ഈ സഹോദരിക്ക് നിത്യായുസ് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ജ്ഞാനസ്നാന ജലം കൊണ്ട് കഴുകുകയും വിശുദ്ധതൈലം കൊണ്ട് അഭിഷേകിക്കുകയും ചെയ്ത ഈ സഹോദരി
വിശുദ്ധരുടെയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെയും ഗണത്തിൽ ചേർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ ഈ സഹോദര വേർപാട് ദുഃഖിതരായ ഞങ്ങളുടെ വിശ്വാസവും ആശ്വാസം നൽകുകയും നിത്യജീവനും പ്രത്യാശയുമാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതിനു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവായ ദൈവം അങ്ങയുടെ തിരുവുള്ളം നിറവേറ്റുന്നതിൽ സർവ്വതാ ജാഗ്രത കാണിച്ച് ദാസി ചെയ്തു പോയ എല്ലാ തെറ്റുകളെയും ദയാപൂർവം ക്ഷമിക്കണമേ. സത്യവിശ്വാസം വഴി ക്രിസ്തീയ സമൂഹത്തിൽ ഉൾപ്പെടുവാൻ ഭാഗ്യം ലഭിച്ച ഈ സമർപ്പിത കാരുണ്യവാനായ അങ്ങ് മാലാഖമാരുടെ സമൂഹത്തിൽ ചേർത്തരുളയണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നിത്യമാം പ്രകാശമേ നയിക്കുകെന്നെ, ചുറ്റിലുമിരുൾ പരന്നിടുന്ന വേളയിൽ അന്ധകാരപൂർണമായ രാത്രിയാണുപോ. എൻ ഗൃഹത്തിൽ നിന്നുമേറെ ദൂരെയാണു ഞാൻ. അന്ധകാരപൂർണമായ രാത്രിയാണുപോ. എൻ ഗൃഹത്തിൽ നിന്നുമേറെ ദൂരെയാണു ഞാൻ. നീ നയിക്കുക സാദരം വിഭോ, നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക, നീ നയിക്കുക. വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടിന്നീ വഴിയിലിറങ്ങിയിടുന്നു ഞാൻ. സ്നേഹിതരേ, സോദരരേ, കാണുകയില്ലിനി നാം ഓർക്കണമേ പ്രാർത്ഥനയിൽ എന്നെ കനിവോടെ. വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടിന്നീ വഴിയിലിറങ്ങിയിടുന്നു ഞാൻ. നാളുകളേറെ ഞാനീ വഴിയിൽ യാത്രകൾ ചെയ്തല്ലോ. നവമൊരു യാത്ര ഇറങ്ങിയിടുന്നു, തിരികെ വരില്ല ഞാൻ. നാളുകളേറെ ഞാനീ വഴിയിൽ യാത്രകൾ ചെയ്തല്ലോ. നവമൊരു യാത്ര ഇറങ്ങിയിടുന്നു, തിരികെ വരില്ല ഞാൻ. സമ്പാദ്യങ്ങൾ സകലതുമിവിടെ കൈവെടിയുന്നു ഞാൻ. കൈകളിലൽപ്പം ധനമില്ലാതെ പോകുന്നീ വഴിയിൽ. കാത്തിടുമെന്നെ ഈശ്വരനെന്നും അവനെൻ ധനമല്ലോ. വിശ്വ
മോക്ഷമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടിന്നീ വഴിയിലിറങ്ങിയിടുന്നു ലോകസുഖങ്ങൾ തേടി നടക്കും എന്നുടെ സ്നേഹിതരെ ശാശ്വത ശാന്തി നൽകുകയില്ലവ എന്നോർത്തിടു നിങ്ങൾ. ലോകസുഖങ്ങൾ തേടി നടക്കും എന്നുടെ സ്നേഹിതരെ ശാശ്വത ശാന്തി നൽകുകയില്ലവ എന്നോർത്തിടു നിങ്ങൾ. എന്നുടെ അനുഭവം അത് വച്ചിന്നിവ ചൊല്ലിയിടുന്നു ഞാൻ. മണ്ണിൽ ജീവിച്ചിടും നാളിൽ നന്മകൾ ചെയ്തിടിൽ വിണ്ണിൽ ഈശ്വര സവിധേ നിങ്ങൾ സമ്മാനിതരാകും.